പേരിൽ ഇവര് കളവ് പറയുന്നതിന് കണക്കില്ല എന്ന് കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. ഒരു ഉദാഹരണവും ഞാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? റിഫായി മൗലിദ് എന്ന് പറയുന്ന ഒരു മൗലിദുണ്ട്. ആ മൗലിദിൽ ഒരു കഥ പറയുന്നുണ്ട്. എന്ത്? ഖിദ്ർ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് വന്ന് പറഞ്ഞു എന്നൊരു ചങ്ങാതി പറയാ. അബുൽ വഫ എന്ന് പറയുന്ന ഒരാൾ പറയണ്, എന്നോട് ഖിദ്ർ നബി വന്നിട്ട് പറഞ്ഞു. ഈ അടുത്ത കാലക്കാരനെ അബുൽ വഫ പറയാണ്, എന്നോട് ഖിദ്ർ നബി വന്നിട്ട് പറഞ്ഞു. എന്ത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ മഹ്ശറിൽ റിഫായി ശൈഖിന്റെ കയ്യിന് പിടിക്കും. പിടിച്ചിട്ട് ഇങ്ങനെ മഹ്ശറിൽ കൂടി ചുറ്റി നടക്കും. ഹല്ലിന്ദകും മിൻ റജുലിൻ ഹല്ലിന്ദകും മിൻ റജുലിൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരാളുണ്ടോ, ഇതുപോലത്തെ ഒരാളുണ്ടോ എന്ന് പറയുമ്പോ എല്ലാരും ലാലാ ഫവല്ലാ മലഹു മിൻ മുത്ഹമീ, ആരുമില്ല ആരുമില്ല എന്ന് എല്ലാരും പറയും. ആദൻ നബി വന്ന് കൈ കൊടുക്കും. എല്ലാരും പറയും റിഫായിയെ പോലെ ആരുമില്ല എന്ന്. റിഫായിയുടെ കയ്യും പിടിച്ചിട്ട് റസൂലുള്ള നാളെ മഹ്ശറിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങും എന്ന വാർത്ത എന്നോട് ഖിദ്ർ നബി വന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് ഈ റിഫായി ശൈഖിനെ പറ്റി ആ നിലക്കുള്ള ഒരു കഥ, കള്ളക്കഥ മൗലിദിന്റെ കിതാബിൽ പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, അങ്ങനെ മഹ്ശറിൽ ഒരു സംഭവം നടക്കുമെന്ന്, അങ്ങനെ മഹ്ശറിൽ ഈ കാര്യം നടക്കുമെന്ന് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോ പേരോട് എന്ത് ചെയ്തു? അങ്ങനെ മഹ്ശറിൽ ഒരു കാര്യം നടക്കും എന്നതാണ് ഒഴിവാക്കിയിട്ട് വെറും ക്ലിപ്പ് മുറിച്ചിട്ട് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്നാക്കിയിട്ട് മൂപ്പര് ചോദിക്കാണ്, ഈ മൗലവിന്റെ ഒരു ഹാൽ എന്താണ്? മൂപ്പര് പറയാണ്, ഈ മൗലവിന്റെ ഒരു ഹാൽ എന്താണ്? എന്തേ കാരണം? ഈ സംഭവം ഖിദ്ർ നബി വന്നിട്ട് പറഞ്ഞു എന്ന് ഖുർആനിൽ ഞാൻ കാണിച്ചു കൊടുക്കണം. പോലും റിഫായി ശൈഖിനെ പറ്റി ഞാൻ ഖുർആനിൽ കാണിച്ചു കൊടുക്കണം എന്ന് മൗലവി പറഞ്ഞു. പച്ചക്കള്ളം എൻ്റെ പേരിൽ പറയുകയാണ്. നിങ്ങൾ കേട്ടോളൂ എന്താണ് ഞാൻ അവിടെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താന്ന് കേട്ടോളൂ. ഈ നിലക്ക് അള്ളാന്റെ അമ്പിയാക്കന്മാരെ സംബന്ധിച്ച്, മഹത്തുക്കളെ സംബന്ധിച്ച് കളവല്ലേ ഈ പറയുന്നത്? ഇങ്ങനെ ഒരു സംഭവം മഹ്ശറിൽ നടക്കാൻ പോകുന്നുണ്ടെന്ന് ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത്? ഖുർആനിലുണ്ടോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസിലുണ്ടോ? പ്രമാണങ്ങളിൽ ഇല്ലാത്തത് പറഞ്ഞുകൊണ്ട് ഉണ്ടെന്ന് കള്ളം പറയുന്ന ഈ ശൈലി, ഉണ്ടെന്ന് പ്രചരിപ്പിക്കുന്ന ഈ ഒരു തോന്നിവാസം അമ്പിയാക്കളുടെ പേരിൽ വേണോ? ഔലിയായിന്റെ പേരിൽ വേണോ? മഹത്തുക്കളുടെ പേരിൽ വേണോ? 100 വട്ടം ആലോചിക്ക്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു സംഭവം നാളെ മഹ്ശറിൽ നടക്കാൻ പോകുന്നുണ്ട് എന്ന വിവരം ആരാങ്ങളോട് പറഞ്ഞത്? ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? മൂപ്പരത് കോട്ടിമാട്ടിയിട്ട് എന്താ ചോദിക്കുന്നത്? മൗലവിനോട് ചോദിക്കാണ്, റിഫായി ശൈഖിനെ പറ്റി ഇങ്ങനെ അബുൽ വഫാനോട് ഖിദ്ർ വന്ന് പറഞ്ഞു എന്ന് ഖുർആനിലുണ്ടോന്ന്. ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല. പച്ചക്കളവാണ്. കളവ് നമ്പർ 1 കേൾപ്പിക്കൂ. മൂപ്പര ഒന്നാമത്തെ കളവ്. നിങ്ങൾക്കൊന്ന് കേൾക്കണോ? മൂപ്പരത്ത് എന്നോടൊരു ചോദ്യം, റിഫായി ശൈഖിനെ പറ്റി ഇങ്ങനെ അബുൽ വഫാ എന്ന് പറഞ്ഞ ആളോട് ഖിദ്ർ നബി പറഞ്ഞത് ഖുർആനിലുണ്ടോ? ഞാൻ അങ്ങനെ ചോദിച്ചോ? ഞാൻ ചോദിച്ചത് എന്താണ്? ഇങ്ങനെ ഒരു സംഭവം നാളെ മഹ്ശറിൽ നടക്കാൻ പോകുന്നുണ്ട് എന്ന വിവരം ആരാങ്ങളോട് പറഞ്ഞത്? അത് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോന്നാ. അല്ലാതെ ഖിദ്ർ നബി വന്ന് പറഞ്ഞു റിഫായി ശൈഖിന്റെ കാര്യം വന്ന് പറഞ്ഞു അബുൽ വഫനോട് പറഞ്ഞു ഖുർആനിലുണ്ടോന്നല്ല. പേരും നുണയാണ്. നുണ രണ്ടാമത്തതും കേട്ടോളൂ. ഇനിയും നുണ പറയാണ്, നിർത്തുന്നില്ല മൂപ്പര. ഒരു കാര്യത്തിന്റെ പേരിൽ എത്ര നുണയെ പറയണോ? അടുത്തത് കേട്ടോളി. ഖുർആൻ ഇറങ്ങിയിട്ട് 600ഓളം കൊല്ലം കഴിഞ്ഞിട്ട് റിഫായി ശൈഖ് ജനിക്കുക, 500 കൊല്ലത്തിൽ ജനിക്കുക. എന്നിട്ട് ആ റിഫായി ശൈഖിനെ പറ്റി ഖുർആനിലുണ്ടോ മൂപ്പർ ചോദിക്കുക. 500 കൊല്ലം കഴിഞ്ഞിട്ട് ജനിച്ച റിഫായി ശൈഖിനെ പറ്റി ഖുർആനിലുണ്ടോ? ഞാൻ ഖുർആൻ നിർത്തിട്ട് കാണിച്ചു കൊടുക്കണോ റിഫായി ശൈഖിനെ പറ്റി പറഞ്ഞത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇയാളൊരു ഹാലെന്താ? ഇയാളൊരു ഹാലിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പറയാത്തതിന്റെ പേരിൽ അടുത്ത പ്രസംഗത്തിൽ പറ. ഞാൻ ആ ചോദിച്ച ഭാഗം കേൾപ്പിച്ചിട്ട് മറുപടി പറ. നുണ പറയരുത്, നിങ്ങൾ കളവ് പറയരുത്, നിങ്ങൾ കബളിപ്പിക്കരുത്, തട്ടിപ്പ് നടത്തരുത്, വഞ്ചന കാണിക്കരുത്. എന്റെ ചോദ്യം തന്നെ മാറ്റിയല്ലേ. മാത്രല്ല ആ നിലക്കാണ് നിങ്ങൾ ഇങ്ങനെ നുണ പറയുന്നത്. അപ്പൊ ഞാൻ എന്താ ചോദിച്ചതിന് ആ പ്രസംഗം കേൾക്കുന്നവർക്കൊക്കെ അറിയാ, എല്ലാ ആളുകൾക്കും അറിയാ. പിന്നെയോ എന്നാ ഈ പണി ഞാനാണോ ചോദിച്ചത്? ഇനിയിപ്പോ അങ്ങനെ ഒരു സംഭവം ഖുർആനിലുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു തെറ്റാണോ?
പക്ഷേ ഇതൊരു തെറ്റാണെങ്കിൽ, ഒരു വലിയ കാര്യമാണെങ്കിൽ, ഞാൻ ചോദിച്ചിട്ടില്ല, ഇനി അങ്ങനത്തെ ഒരു കാര്യമാണെങ്കിൽ ആ കാര്യം വാസ്തവത്തിൽ ചോദിച്ചതാരാ? പേരോടാ നീ ചോദിക്കണത് കേട്ടോ. മൂപ്പര് ഇയാളുടെ ഒരു ഹാലെന്താന്ന് പറഞ്ഞ പൊട്ടത്തരത്തിന്റെ ചോദ്യം ഈ മൂപ്പര് എന്നോട് ചോദിക്കണത് അത് ഖുർആനിലോ അങ്ങനെയല്ലാന്ന് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്നാണ് ഇപ്പൊ മൂപ്പര് ചോദിക്കണത്. അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കണമല്ലോ. ഇപ്പൊ മൂപ്പര് പൊട്ടത്തരാന്ന് പറഞ്ഞ കാര്യം ഇനിയിപ്പോ ഞാൻ കാണിച്ചു കൊടുക്കണം. മൂപ്പര് ആവശ്യപ്പെടുന്നത് കേട്ടോളൂ, പെട്ടെന്ന് കേൾപ്പിക്കും. കേട്ടാൽ പറയാൻ എന്നോട് ഖിദ്ർ നബി പറഞ്ഞിട്ടുണ്ട്, മൗലവി പറയുന്ന കള്ളത്തരാണ് വഹി വന്നോ മൗലവി? അത് കളവാണെന്നല്ലേ ഖുർആൻ ഓതണോ? അത് കളവാന്നുള്ളതിന് ഹദീസ് ഓതണോ? അല്ല ഒരു ഇമാമിന്റെ വാക്കുദ്ധരിക്കണോ? നിങ്ങളൊക്കെ പറഞ്ഞാൽ മതിയോ കളവാൻ? അത് കളവാണെന്നല്ലേ ഖുർആൻ ഓതണോ? അത് കളവാന്നുള്ളതിന് ഹദീസ് ഓതണോ? അല്ല ഒരു ഇമാമിന്റെ വാക്കുദ്ധരിക്കണോ? നിങ്ങളൊക്കെ പറഞ്ഞാൽ മതിയോ കളവാൻ? ഇപ്പൊ കണ്ടോ, ഇപ്പൊ മൂപ്പര് ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിക്കാത്ത സംഗതി വാസ്തവത്തിൽ ചോദിച്ചു പൊട്ടനാകുന്നതാരാ? മൂപ്പരാണ് പൊട്ടനാകുന്നത്. മൂപ്പരാ ചോദിച്ചത്. അത് വളരെ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഈ നിലക്കാണ് നിങ്ങൾ സാധാരണ എല്ലാവർക്കും മനസ്സിലാകാവുന്ന കാര്യം ഞാൻ ഇവിടുന്ന് പറഞ്ഞത്. അതിൽ പോലും നിങ്ങൾ കൃത്രിമം കാണിക്കേണ്. മാത്രല്ല നിങ്ങൾ വേറൊരു കാര്യം കൂടി ആ കൂട്ടത്തിൽ, ഞാനെന്നൊരു കാര്യം പറഞ്ഞു, കൂട്ടത്തിൽ പറഞ്ഞതാ, ഒരു വലിയ വിഷയമായിട്ട് പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞു ഈ സംഭവം പറഞ്ഞപ്പോ ഖിദ്ർ നബി അലൈഹിസ്സലാം വഫാത്തായിട്ടുണ്ടെന്നാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഖിദ്ർ നബി വഫാത്തായിട്ടുണ്ട്, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് അവർ പറയുന്നത്. ഖിദ്ർ നബി ഇങ്ങനെ പലരെയും കാണും, വരും, കഞ്ഞി പിടിക്കലും വല്ല കൈ പിടിക്കലും അങ്ങനെ അവരോട് വർത്താനം പറയലും ഒക്കെ ആണല്ലോ. അപ്പൊ ഖിദ്ർ നബി വഫാത്തായിട്ടുണ്ട് എന്നാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് എന്ന് ഒരു സൂചനാ നിലക്ക് വിശദീകരണമൊന്നും ഞാൻ പറഞ്ഞില്ല. കാരണം അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യമല്ലേ, അതൊരു ആ നിലക്ക് അപ്പൊ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമല്ല എന്ന നിലക്ക് ഞാൻ അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ മൂപ്പരയിന് വല്ലാത്ത ഭീഷണിയൊക്കെ പറയുന്നുണ്ട്. എന്താ എന്നെ പറയണെന്നുള്ള മട്ടിലാ പറയണത്. പക്ഷേ ഖിദ്ർ നബി അലൈഹിസ്സലാം വഫാത്തായി എന്ന് പറഞ്ഞ സർവ്വ മഹാന്മാരുടെയും നേരെയാ മൂപ്പരുടെ ഹാലിളക്കം. എന്നോടാ പറയണെന്നുള്ള മട്ടിലാ പറയണത്. മഹ്ശറിൽ നിങ്ങൾ വിറക്കും എന്നൊക്കെ പറയണേ. ഹേയ് മനസ്സിലാക്കണം നിങ്ങൾ. മൂപ്പര് ആദ്യത്തെ ഒരു ചോദ്യം ഉണ്ട്, ഖിദ്ർ നബി വഫാത്തായി ഖുർആനിലുണ്ടോ മൗലവി, ഹദീസിലുണ്ടോ? ചോദ്യം എന്നോടല്ല, ചോദ്യം ചോദിക്കേണ്ടത് ആരോടാണ് ഞാൻ പറഞ്ഞുതരാ, കേൾപ്പിക്കും. മൂപ്പര് പറഞ്ഞു ഇയാൾ ഖിദ്ർ നബി അലൈഹി സ്വലാം വഫാത്തായി പോയിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഖിദ്ർ നബി വഫാത്തായി ഖുർആനിലുണ്ടോ മൗലവി? അത് ഇതുപോലല്ല. കാരണം കുറെ മുമ്പേ ഉള്ള ആളാ ഖിദ്ർ നബി, ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പുണ്ട്. ഖിദ്ർ നബി വഫാത്തായി ഖുർആനിലുണ്ടോ? ഖിദ്ർ നബി വഫാത്തായി ഹദീസിലുണ്ടോ? ആരോടായി ചോദ്യം? ആരോടായി ചോദ്യം? എന്നോടാ ചോദിക്കണെന്നുള്ള മട്ടില്ല. എങ്കിൽ പറയട്ടെ, നിങ്ങളുടെ ഈ ചോദ്യം ആദ്യം ചെന്ന് തള്ളുന്നത് ഇമാം ബുഖാരിയിലാണ് കേട്ടോ. ഞാനല്ല പറഞ്ഞത്. ഖിദ്ർ അലൈഹിസ്സലാം വഫാത്തായി പോയിട്ടുണ്ടെന്ന് അഭിപ്രായം രേഖപ്പെടുത്തി പ്രമാണങ്ങൾ ഉദ്ധരിച്ച് സമർത്ഥിച്ചത് ഇമാം ബുഖാരിയാണ്. നിഷേധിക്കാൻ കിതാബ് തിരിയുമെങ്കിൽ പേരോടിനോട് ആവശ്യപ്പെടുന്നു, ഇല്ലെങ്കിൽ ഒന്ന് പോയി ബുഖാരി പഠിക്കണേ. നിങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് ബുഖാരി മുസ്ലിമും ഒക്കെയാണ് തെളിവ്. അതാ രസം. മൂപ്പര് കളവ് നടത്തുക, എന്നിട്ട് മൂപ്പര് എല്ലാ കള്ളത്തരവും പറഞ്ഞിട്ട് നമ്മളെ കള്ളനാക്കുക. മൂപ്പര് നമ്മളോട് ഉപദേശിക്കണത് ഞങ്ങൾക്ക് ബുഖാരി മുസ്ലിമും ഒക്കെയാ തെളിവ്. അത് പറയുന്നത് കേട്ടോ നിങ്ങൾ, ഞങ്ങൾക്ക് ബുഖാരി മുസ്ലിമും ഒക്കെയാ തെളിവ്. ഞങ്ങളെ സഹീഹ് മുസ്ലിം ഞങ്ങൾക്ക് ബുഖാരി മുസ്ലിം ഒക്കെ തെളിവ്. കണ്ടോ? ഞങ്ങളെ സഹീഹ് മുസ്ലിം ഞങ്ങൾക്ക് ബുഖാരി മുസ്ലിം ഒക്കെ തെളിവ്. ഞങ്ങളെ സഹീഹ് മുസ്ലിം ഞങ്ങൾക്ക് ബുഖാരി മുസ്ലിം ഒക്കെ തെളിവ്. പറയൂ പേരോടെ, ബുഖാരി നിങ്ങൾക്ക് തെളിവാണോ? അപ്പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അടുത്ത പ്രസംഗത്തിൽ പറയണേ. ഇമാം ബുഖാരി ഖിദ്ർ അലൈഹിസ്സലാം ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടെന്നാണോ വിശ്വസിക്കുന്നത്, അതോ വഫാത്തായി എന്ന പക്ഷക്കാരനാണോ? മുതഅല്ലിമീങ്ങളെ, ഉസ്താദിനോടൊന്ന് ചോദിച്ചു നോക്കൂ പണ്ഡിതന്മാരെ. ഇമാം ബുഖാരി എന്താ പറയുന്നത്? തെളിവുദ്ധരിച്ചുകൊണ്ട് ഇമാം ബുഖാരി പറഞ്ഞത്, നിങ്ങൾക്ക് ബുഖാരി തെളിവാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എങ്കിൽ നിങ്ങളോടാ പറയുന്നത്, അടുത്ത പ്രസംഗത്തിൽ സ്വീകരിക്കൂ ബുഖാരി. ഇമാം ബുഖാരി എന്താ പറഞ്ഞത്? ഖിദ്ർ നബി വഫാത്തായിരിക്കുന്നു. എന്നിട്ട് മൂപ്പര് നമ്മോടൊരു ഉപദേശമുണ്ട്. എന്താ? ബുഖാരി മുസ്ലിമൊക്കെ ഓതി പഠിക്കണം. കേട്ടോളൂ, ബുഖാരി മുസ്ലിമൊക്കെ ഓതി പഠിക്കാൻ പറയണം. ബുഖാരിയും മുസ്ലിമൊക്കെ ഓതി പഠിക്കണം. ബുഖാരിയും മുസ്ലിമൊക്കെ ഓതി പഠിക്കണം. ആരോടാ പറയുന്നത് ബുഖാരി ഓതാൻ? ബുഖാരി ഇമാമിനോട്. ബുഖാരി ഇമാമിനോടാ പറയുന്നത്. നിങ്ങൾ എന്നോടാ പറയുന്നത് കേൾക്കാം. ബുഖാരി ഇമാമിനോട് പറയാ ബുഖാരി ഓതണം, മുസ്ലിം ഓതണം.
ഇയാൾക്ക് വിവരണ്ടോ ബുഖാരിയിൽ എന്താ പറഞ്ഞത്? അതല്ലെങ്കിൽ പേരോട് പറയണം, ബുഖാരിയിലെ ഹദീസ് ഓതിയിട്ട് പറയണം. ഇത്ര നമ്പർ ഹദീസ് കൊണ്ട് മൗലവി ഈ ഖിദർ അലൈഹിസ്സലാം വഫാത്തായിട്ടില്ല എന്നാണ് ഇമാം ബുഖാരിയുടെ വീക്ഷണമെന്ന് തെളിവുദ്ധരിച്ച് പറയൂ. ഉണ്ടെങ്കിൽ ആ ഹദീസിന്റെ നമ്പർ ഒന്ന് പറയൂ, അർത്ഥം പറയൂ, വാചകമൊന്ന് ഉദ്ധരിച്ച് അർത്ഥമൊന്ന് പറയൂ. സാധ്യാണോ? ബുഖാരി തെളിവാണോലോ, എന്നിട്ട് ഇവര് സ്വീകരിക്കൂല, നോണ അങ്ങോട്ട് പറയുന്നേ. പിന്നെ പറയാം മുസ്ലിമാ തെളിവ്, മുസ്ലിമും തെളിവാണ് പോലും. എന്താ മുസ്ലിമിലുള്ളത്? മുസ്ലിമിലുള്ളത് എന്താ? മുസ്ലിമിലുള്ളത് എന്താണെന്നോ അതിൽ നിങ്ങൾ പറയും പോലെ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അതാ നിങ്ങൾ പറയുന്നത് ഖിദർ ഇന്നും ജീവിച്ചിരിപ്പുണ്ടെന്ന് ഹദീസിലുണ്ട്, മുസ്ലിമിലുണ്ട് എന്നല്ലേ പറയുന്നത്. മുസ്ലിമിൽ അങ്ങനെ ഒരു ഹദീസില്ല. ഖിദർ അലൈഹിസ്സലാം ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് വന്ന ഒരൊറ്റ ഹദീസും മുസ്ലിമിലുണ്ടെന്ന് നിങ്ങളെ കൊണ്ട് കാണിക്കാൻ സാധ്യമല്ല. ഉണ്ടെങ്കിൽ കാണിക്കൂ. ഉള്ളതെന്താണ്? ഒരു സംഭവം പറഞ്ഞിട്ട് ദജ്ജാൽ ഒരാളെ കൊല്ലുന്ന കാര്യം പറഞ്ഞിട്ട് ആ കൊല്ലപ്പെട്ടയാളെ ജീവിപ്പിക്കുന്ന കഥ പറഞ്ഞിട്ട് പിന്നെ ഇമാം മുസ്ലിം പറയുന്നുണ്ട് ആ ഹദീസ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ വാക്കുകൾ അവിടെ അവസാനിച്ചു. പിന്നെ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട് ഖാല അബൂ ഇസ്ഹാഖ് എന്ന പണ്ഡിതൻ പറയുന്നു യുഖാലു പറയപ്പെട്ടിട്ടുണ്ട് ഇന്ന ഹാദർ റജുല ഹുവൽ ഖദർ അലൈഹിസ്സലാം, ഈ പറഞ്ഞ വ്യക്തി ഖിദർ നബിയാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഖീലയാണോ ഹദീസ്, യുഖാലു ആണോ ഹദീസ്? ചിന്തിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് അങ്ങനെ സഹീഹായ നിലക്ക് ഖിദർ അലൈഹിസ്സലാം ജീവിച്ചിരിപ്പുണ്ട് എന്ന് മുസ്ലിമിലെ ഹദീസ് ഉണ്ടെങ്കിൽ ആ ഹദീസിന്റെ നമ്പർ പറയൂ, വായിച്ചർത്ഥം പറയൂ. ആരുടെയെങ്കിലും യുഖാലും ഖീലെന്നും വേണ്ട. യുഖാലും ഖീലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സനദും വേണം. വിശ്വാസപരമായ ഒരു കാര്യം സ്വീകരിക്കണമെങ്കിൽ ഒരു അബൂ ഇസ്ഹാഖ് റഹിമഹുള്ളയുടെ ഉദ്ധരണി മാത്രം പോരാ, അത് നബിയിലേക്ക് എത്തുന്ന സനദ് വേണം. അൽ ഇസ്നാദു മിനദ്ദീൻ വലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാഅ. പഠിച്ചു വെച്ചോ. അപ്പൊ അതിലും നിങ്ങൾക്ക് പോയി. ഇനി നിങ്ങൾക്ക് അങ്ങനെ എല്ലാം തള്ളേണ്ടി വരും. അതാ ഇപ്പോ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ മൗലവി? അതാ ഖിദർ നബി വഫാത്തായി എന്ന് ഖുർആനിലുണ്ടോ? നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് ആരോടൊക്കെയാണ്? പഠിച്ചോ. ചില പണ്ഡിതന്മാരുടെ പേര് ഞാൻ കേൾപ്പിച്ചു തരാ. എന്ത്? ഖിദർ നബി വഫാത്തായി എന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ പേര് കുറിച്ചു വെച്ചോ. ഒന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലാ, ഇബ്രാഹിമുൽ ഹർബി റഹിമഹുല്ലാ, അബുൽ ഹുസൈനുൽ മുനാദി, ശറഫുദ്ദീൻ അബൂ അബ്ദുല്ലാഹിൽ മിർസി, അബൂ താഹിറുൽ അബ്ബാദി, അബൂ യഅലൽ ഹംബലി, അബുൽ ഫളൽ ഇബ്നു നാസിർ, അബൂബക്കർ ഇബ്നുൽ അറബി, അബൂബക്കർ ഇബ്നു നഖാഷ്. 9 ആളെ ഞാൻ എണ്ണിയിട്ടുണ്ട്. ഇനിയും കിതാബുകളിലുണ്ട്. അവരോടാണോ നിങ്ങൾ ബുഖാരി ഓതാൻ പറയുന്നത്, മുസ്ലിം ഓതാൻ പറയുന്നത്? നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? വലിയ വലിയ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്ന വലിയ വലിയ വിഷയങ്ങളിലൊന്നും നിങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ള യോഗ്യതയില്ലെങ്കിൽ മതം പറയുന്ന പരിപാടിയിൽ നിന്ന് അങ്ങോട്ട് വിട്ടു നിന്നിട്ട് റിസീവർ പണിയെടുത്തുകൂടെ? ചിന്തിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോ മാത്രല്ല അബൂ ഹയ്യാൻ തഫ്സീറിൽ എന്താ പറഞ്ഞത്? അൽ ജുംഹൂറു അലാ അന്നഹു മാത, ഭൂരിപക്ഷം ആളുകളും അദ്ദേഹം മരിച്ചു എന്ന അഭിപ്രായക്കാരാണ്. എന്തൊക്കെ കെട്ടുകഥകളാണ് നിങ്ങൾ മൗലിദിൽ പറഞ്ഞത്? അപ്പോ ഈ ഖിദർ കഥയും കെട്ടുകഥയാണ് മൗലിദിലുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് മൗലിദ് മുഴുവൻ തള്ളേണ്ട അവസ്ഥയിലാണ്. മൗലിദ് എന്ന് കേൾക്കുമ്പോ വല്ല